ലത സുർജിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് അറേബ്യൻ ചിക്കൻ മദ്ഹൂത്താണ്. ചിക്കൻ മദ്ഹൂത്ത് ഉണ്ടാക്കാൻ ഞാനിവിടെ സെല്ല ബസ്മതി റൈസും പിന്നെ ഒരു 1.5 കിലോ ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 സവാള എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടൊമാറ്റോ, പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളി എടുത്തിട്ട് അത് മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 10-12 പച്ചമുളകും കൂടി ഹോൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, മുറിക്കേണ്ട. ഇനി നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് ഗ്രാമ്പു, കുറച്ച് പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അല്പം ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുത്തു. സവാള ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്ത് വരില്ല, അത് ഹോൾ പച്ചമുളകായിട്ട് തന്നെ ഇടണം. മുറിക്കണ്ട, ഫുൾ ഹോളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ സ്മോക്ക്ഡ് മന്തി സ്പൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് പെപ്പർ ഉണ്ട്, ക്യൂമിൻ ഉണ്ട്, സിനമൺ, ക്ലോവ്സ്, ഇതൊക്കെയാണ് അതിൽ. കാടമം, ഏലക്കായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള പൊടിയാണ് ഈ മന്തി സ്പൈസ് എന്ന് പറയുന്നത് കിട്ടുന്നത്, സ്മോക്ക്ഡ് മന്തി സ്പൈസ്. ഇനി നമുക്ക് ആ മസാലയിലേക്ക് ഈ ചിക്കൻ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ആ ചിക്കനിലൊക്കെ പിടിക്കത്തക്കവണ്ണം നല്ലപോലെ ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ പീസസ് ആയിട്ടാണ് മുറിക്കേണ്ടത്.
ചിക്കൻ ചേർത്തതിന് ശേഷം അതിലുള്ള മസാലയൊക്കെ ചിക്കനിൽ നല്ല പോലെ പിടിക്കുന്നതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിന്ന് ഒരു പകുതി ഭാഗം ഞാൻ വേറൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. അതായത് ഒരു ഹാഫ് കുക്കായാൽ മതി. ചിക്കൻ ഫുൾ കുക്കാവുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ വേറൊരു കുക്കറിലേക്ക് ഇടാണ്. കാരണം ഇത് മധു എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു അറേബ്യൻ ഡിഷാണ്. ഇതിനാണ് മധു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുക്കറില്ലാത്തത് കൊണ്ട് ഞാൻ 2 കുക്കറിലാക്കിയിട്ട് പകുതിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈഡ് ലെമണാണ് ഇടുന്നത്. അതാ കണ്ടോ, അത് 2 കുക്കറിലും ഞാൻ ഓരോന്ന് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 3 ഗ്ലാസ് അരിയാകുമ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പം പകുതി ആയതുകൊണ്ട് 3 ഗ്ലാസ് ഈ കുക്കറിലും 3 ഗ്ലാസ് ആ കുക്കറിലും. അപ്പം നിങ്ങൾ ഒരുമിച്ച് വലിയ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഓരോ ടീസ്പൂണ് ഹോൾ മല്ലിയില്ലേ, ആ മല്ലിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയല്ല, ഹോൾ മല്ലി. ഇപ്പോൾ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അരി ഇതുപോലെ തന്നെ ഞാൻ പകുതിയാക്കിയിട്ട് ഒരു കുക്കറിൽ പകുതിയും മറ്റേ കുക്കറിൽ പകുതിയാക്കിയിട്ട് അങ്ങനെ 3 ഗ്ലാസ് ഇതിലും 3 ഗ്ലാസ് അതിലും ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ, കാരണം ആ മാഗി സ്റ്റോക്ക് ഇട്ട് വന്നിട്ട് ഉപ്പ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക്, ഹോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് ഇതേപോലെ തന്നെ 2 കുക്കറിലും ഒരു 3 ഇട്ടാൽ ആദ്യം നമ്മൾ 3 ഇട്ടിരുന്നത്, പിന്നെ 2 കൂടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഓരോ കുക്കറിലും 5 വീതം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ ടീസ്പൂണ് നെയ്യും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കുക്കറിലും ഓരോ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെയാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ വിസിൽ വന്നിട്ട് അത് തുറന്നപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ മദ്ഹൂത്ത് ബിരിയാണി ഇങ്ങനെയാണ് അവർ സെർവ് ചെയ്യുകയെന്നാണ് പറഞ്ഞത്. അതായത് കുക്കറിലെ ആ സ്റ്റീം ഇങ്ങനെ വരുമ്പോൾ അതിൽ ഡ്രൈഡ് ലെമൺ ഇങ്ങനെ ഇട്ടുകൊണ്ടായിരിക്കും അവർക്ക് സെർവ് ചെയ്യുകയെന്നാണ് പറയുന്നത്. അപ്പോൾ കുക്കർ അത് തണുത്തപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. മദ്ഹൂത്ത്, ചിക്കൻ മദ്ഹൂത്ത് ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറേബ്യൻ ചിക്കൻ മദ്ഹൂത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്. കുഴിമന്തിയൊക്കെ വളരെ ടേസ്റ്റിയോട് കൂടി കഴിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ മദ്ഹൂത്ത് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡ്രൈഡ് ലെമണും മറ്റേ ഹോൾ പച്ചമുളകുമാണ് ചേർക്കുന്നത്. കണ്ടോ, അതിലുള്ള ചിക്കനൊക്കെ ഇങ്ങനെ ലെയറായിട്ട് വരുന്നുണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത്. അപ്പം അറേബ്യൻ ചിക്കൻ മദ്ഹൂത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇനി അതിലേക്ക് അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നിയാണ് ഞാനിവിടെ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി, അല്പം ജീരകം, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ചോപ്പറിലിട്ടിട്ട്, മിക്സിയിലാണെങ്കിൽ ഒന്ന് ചതയാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചോപ്പറിൽ
ചെയ്താൽ മതി. ആ രീതിയിലാണെങ്കിൽ അത് ഫുള്ളും അരഞ്ഞ് കിട്ടാൻ പാടില്ല. അങ്ങനെയാണ് ഈ ചട്നി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതവിടെ ആവശ്യത്തേക്കുള്ള ഉപ്പിട്ട് ഇത് കണ്ടോ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിലേക്ക് കൂട്ടേണ്ട ടൊമാറ്റോ ചട്നി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെ വേണം കിട്ടാൻ. മിക്സിയിൽ അരഞ്ഞാണെങ്കിൽ അത് വല്ലാതെ അരഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സിയിലാണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളുടെ മധൂതും അതിൻ്റെയൊക്കെയുള്ള ചട്നി റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.